പെരുമ്പാവൂര് വഴിയൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് പലപ്പോഴും ഇത് കേരളമാണോ എന്ന് തോന്നിപ്പോവാറുണ്ട്. അത്രമാത്രം അവിടെ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. അതുപോലെ തന്നെ ഇവർക്കിടയിൽ കൊടും ക്രിമിനലുകളും കുറ്റവാളികളുമുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ ഒന്നും ശക്തമായ പരിശോധനകൾ നടക്കാത്തത്, ഇവർക്കെതിരെ ഒന്നും നടപടികൾ എടുക്കാത്തത് എന്ന്. ഉത്തരേന്ത്യയിലുള്ള കൊടും ക്രിമിനലുകൾക്ക് വന്നടിയാൻ പറ്റുന്ന ഒരു സുഖവാസ കേന്ദ്രമായിട്ട് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരത്തിന്റെ ഒരു ഭാഗം മാറുക എന്ന് പറഞ്ഞാൽ എന്തൊരു ദുരന്തമാണ് എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്ന് രമേശ് ജി, ഒന്നും പറയാനില്ല. കേരളത്തിലെ ഒരു മികച്ച ആഭ്യന്തരമന്ത്രി ആയിരുന്നു താങ്കളെന്ന് കഴിഞ്ഞ കാലഘട്ടത്തിൽ തന്നെ അനുഭവിച്ചറിഞ്ഞതാണ്. ഇത്തവണ അത് ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്ന പ്രകടനമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ശരിക്കും നമുക്കൊരു ഫീലാണ്, ഒരു ആഭ്യന്തരമന്ത്രി നാടിനുണ്ട് എന്ന ഒരു ഫീൽ ഉണ്ടായി തുടങ്ങിയിരിക്കുകയാണ്. അതായത് നമ്മുടെ പോലീസ് സംവിധാനങ്ങളോട് ഒരു വിശ്വാസ്യത ഉണ്ടായിരിക്കുകയാണ്. ഓടിച്ചിട്ട് കുറ്റവാളികളെ പിടികൂടുന്ന, കൃത്യമായി കുറ്റവാളികളെ നേരിടുന്ന പോലീസുകാരെ കാണുമ്പോൾ, ചുറുചുറുക്കുള്ള ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ വളരെ വലിയൊരു ആത്മവിശ്വാസം തോന്നുകയാണ്. കാരണം കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ പല ഘട്ടങ്ങളിലും നമുക്ക് നല്ല സംവിധാനവും സേനയും ഒക്കെ ഉണ്ടായിട്ടും ഒരു പ്രതിസന്ധി നേരിട്ടിരുന്നു. ശക്തമായ ഒരു നടപടി ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പം. അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ ഇന്ത്യക്കാർ തന്നെയാണ് അവരും. നമ്മൾ അവരുടെ നാട്ടിൽ പോയി ജോലി ചെയ്യുന്നുണ്ട്, അതുപോലെ അവരിവിടെയും വന്ന് ജോലി ചെയ്യുന്നു, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ വന്ന് കൊടും ക്രിമിനലുകൾക്ക് താവളമടിക്കാനുള്ള ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത്. ഇവിടെ വരുന്നവനും പോകുന്നവനും, ജോലിക്ക് വരുന്നവനും ജോലി ചെയ്തിട്ട് പോകണം. അല്ലാതെ അവിടെ വല്ല കുറ്റകൃത്യവും ചെയ്തിട്ട് ഇവിടെ വന്ന് സുരക്ഷിതമായി ഇരിക്കാനും ലഹരി കടത്താനും ഇവിടെയുള്ള മനുഷ്യരെ കൂടി വഴിതെറ്റിക്കാനും വേണ്ടി ഒരുത്തനും കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് വരരുത്. നമ്മുടെ കേരളത്തെ ലോകത്ത് വിദേശത്തുള്ളവരാണ് വിളിച്ചത് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന്. ആ ദൈവത്തിന്റെ സ്വന്തം നാടിനെ നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യം മാത്രമല്ല, ഇനിയുള്ള നമ്മുടെ തലമുറകളുടെ ആവശ്യം കൂടിയാണ്. സകല കുറ്റവാളികളും ഭയപ്പെടണം, നിയമവാഴ്ചയിൽ ഭയപ്പെടണം. പോലീസ് എന്ന് പറയുമ്പോൾ കുറ്റവാളികൾ വിറയ്ക്കണം. എന്നാൽ സാധാരണക്കാരായ ഒരു മനുഷ്യന് അവൻ പോലീസ് എന്ന് കേൾക്കുമ്പോൾ അവന് സുരക്ഷിതത്വ ബോധവും ഉണ്ടാവണം. സാധാരണ മനുഷ്യരുടെ മെക്കിട്ട് കയറുന്ന പോലീസിനെ അല്ല വേണ്ടത്. തീർച്ചയായും ജനമൈത്രി പോലീസ് നമുക്ക് വേണം. എന്നാൽ കുറ്റവാളികളുടെ മുമ്പിൽ പോലീസിനെ കാണുമ്പോൾ കുറ്റവാളി വിറയ്ക്കണം. ആ രീതിയിലുള്ള ഒരു നിയമ സംവിധാനം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ഉണ്ടാവേണ്ടതുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ച്, കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ വരുന്നവനും പോകുന്നവനും എന്തും ചെയ്യാം എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടാവരുത്. അതിന് ഒന്നാമത് നന്ദി പറയാനുള്ളത്, അതിനൊരു തുടക്കം ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അദ്ദേഹം മികച്ച ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഓരോ നടപടികളും സംസ്ഥാനത്തിന് ഗുണകരമായിട്ട് കാണാൻ കഴിയുന്നു. നല്ലത് ആര് ചെയ്താലും നമ്മളത് നല്ലതെന്ന് തന്നെ പറയണം. അത് രമേശ് ചെന്നിത്തലയോ ആരോ ആയിക്കോട്ടെ. ഇപ്പൊ അതുപോലെ തന്നെ വി.ഡി. സതീശൻ വളരെ കഴിവുള്ള ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലതിനെ നല്ലതെന്ന് പറയണം. അവിടെ രാഷ്ട്രീയം ഒരു വിഷയമേ അല്ല. ഏത് പാർട്ടിക്കാരും ആയിക്കോട്ടെ, നമ്മുടെ നാടായിരിക്കണം പ്രധാനം. ആത്യന്തികമായിട്ട് നേഷൻ ഫസ്റ്റ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം രാജ്യം, രണ്ടാമത് നമ്മുടെ സ്വന്തം നാടായ കേരളം. ഇത് രണ്ടും കഴിഞ്ഞേ നമുക്ക് മറ്റെന്തും ഉണ്ടാകാവൂ. സോ അതുകൊണ്ട് നമ്മുടെ രാജ്യം വളരുന്നതിനോടൊപ്പം, സുരക്ഷിതമാവുന്നതിനോടൊപ്പം നമ്മുടെ കേരളം അതിൽ മുന്നിട്ട് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടലുകൾക്ക് എല്ലാവിധ പിന്തുണയും കേരളത്തിലെ ജനങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് അക്രമം തുടച്ചു മാറ്റപ്പെടണം, ലഹരി തുടച്ചു മാറ്റപ്പെടണം. നമുക്ക് ബോധവും വിവേകവുമുള്ള ഒരു തലമുറയാണ് വേണ്ടത്, അല്ലാതെ ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരു തലമുറ അല്ല വേണ്ടത്. കാരണം ഈ നാട് നാളെ ഭരിക്കേണ്ടവരാണ് ഇന്നത്തെ യുവാക്കൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ നാട് അവരാണ് കൊണ്ടുപോകേണ്ടത് മുന്നോട്ട്. അവർ ലഹരിക്ക് അടിമപ്പെട്ടു പോയാൽ ഈ നാടിന്റെ അവസ്ഥ എന്തായിത്തീരും? സോ ഈ നാടിനെ സംരക്ഷിക്കാൻ ലഹരിമുക്ത കേരളം നമുക്കിവിടെ സാധ്യമാക്കണം. അതോടൊപ്പം തന്നെ കുറ്റവാളികളില്ലാത്ത, കുറ്റവാളികൾ ഭയപ്പെടുന്ന ഒരു കേരളം, കുറ്റവാളികൾ പോലീസിനെയും നിയമത്തെയും കാണുമ്പോൾ വിറയ്ക്കുന്ന ഒരു കേരളം ഉണ്ടാവണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.